നമ്മൾ ഈ കാണുന്നത് കുവൈറ്റിലെ ഒരു പെറ്റ് മാർക്കറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പെറ്റിനെയും അതിന് വേണ്ട കൂടുകളും അതിന് വേണ്ടിയ എല്ലാ ആക്സസറീസും കിട്ടും. ഇത് കുറേ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. കളറില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ മുയലുകളെ, പൂച്ചകളെ, ആമ, ഇതൊക്കെ സ്റ്റിക്കർ ചെയ്ത ആമ. ഇത് മലേഷ്യയിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡാണ്. ഇവിടെ കിട്ടാത്ത ഒരു സാധനവുമില്ല. നല്ല രസമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടേച്ചു പോകാൻ തന്നെ നല്ല രസമാണ്. കാടക്കോഴിയും പ്രാവും മുയലും ഇഗ്വാനയും ഒക്കെ ഇവിടെ കിട്ടും. നല്ല രസമാണ് ഇതിനെയൊക്കെ ഇവിടെ വന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ. നല്ല വെള്ളപ്രാവും കറുത്ത പ്രാവും പല ടൈപ്പിലെ മയിൽപ്രാവുകളും ഒക്കെ. ഇത് കുള്ളനാടാണ്. ഈ കുള്ളനാടിന് ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ പെറ്റായിട്ട് വളർത്തുന്ന സാധനമാണ് ഈ കുള്ളനാട്. ഇതിന് നല്ല വിലയുണ്ട്. വീടുകളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ആട്ടുകുട്ടികളാണ്. അതുപോലെ മുയലും കുഞ്ഞുങ്ങൾ. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. നല്ല രസം. ഇതിനെ കണ്ടാൽ തന്നെ ഒരു ഓമനത്വം ഉണ്ടാകും. ഇതൊക്കെ ആൾക്കാർ വന്ന് ഇവിടുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ട് ഫ്ലാറ്റുകളിൽ ഇട്ട് വളർത്തുന്നതാണ്. കേട്ടോ, കിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പിലെ കിളികളാണ്. ഈ ചെറിയ കുരുവികൾ മുതൽ പല തരത്തിലെ തത്തകൾ വരെ ഇവിടെയുണ്ട്. ലവ് ബേർഡ്സിൻ്റെയും ചെറിയ കിളികളുടെയും വെറൈറ്റി കളക്ഷൻസാണ്. ലോറി കറ്റും ആഫ്രിക്കൻ ഗ്രേയും അതുപോലെ തന്നെ മക്കാവായും എല്ലാം ഇവിടെയുണ്ട്. കോഴികളൊക്കെ എന്ന് പറഞ്ഞാൽ പല ഡിസൈനിലുള്ള കോഴികളെ, കൽക്കങ്ങളെ, ചെറിയ കൽക്കങ്ങളെ, വലിയ കൽക്കവെ, ഇതൊക്കെ ഇവിടെ കിട്ടും. അതിനുള്ള തീറ്റിയോ അതിനുള്ള കൂടോ അതിനുള്ള ആക്സസറീസോ അങ്ങനെ ഫിഷ് ടാങ്കിൽ വെക്കുന്ന ആക്സസറീസ് എല്ലാം ഇവിടെ കിട്ടും. കേട്ടോ, ആമകളുടെ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കളക്ഷൻ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ആമകളെയൊക്കെ കാണുന്നു. പേർഷ്യൻ പൂച്ചകളുടെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. നല്ല രസമാണ് ഇവയൊക്കെ കാണാൻ തന്നെ. എന്നെ ക്യൂട്ടാന്ന് നോക്കിയേ. അതുപോലെ പല ടൈപ്പിലെ പട്ടിക്കുഞ്ഞുങ്ങൾ വീട്ടിലകത്ത് വളർത്തുന്നതും പുറത്ത് വളർത്തുന്നതും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. അവന്മാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മളെ, ആരാ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നതെന്ന്. ഇങ്ങനെ നല്ല ഓമനത്വമുള്ള സാധനങ്ങളാണ്. ഇതിനെയൊക്കെ കണ്ടോ, മോൻ പോലും കാണാൻ പറ്റില്ല. ഫുള്ള് കൂടെയാണ്. എത്ര വെറൈറ്റി ആണെന്നോ, ചെറിയ ടൈപ്പിലെ വലിയ ടൈപ്പിലെ എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളെ സൂക്ഷിച്ച് നോക്കുകയാണ് ഒരു ആഫ്രിക്കൻ ഗ്രേ. എന്താ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പിലെ തത്തകളാണ്. ഇവരൊക്കെ നല്ല വിലയുള്ള തത്തകളാണ്. അതുപോലെ ഇതിനൊക്കെ നല്ല ആക്റ്റീവ് തത്തകളുമാണ്. നല്ല ആരോഗ്യമുള്ള തത്തയെ നമുക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം കമ്പാനിയനാണ്. ഇതിനൊക്കെ 20 to 30 ഇയേഴ്സ് ലൈഫ് ടൈമൊക്കെ ഉള്ളതാണ്. ഇവരെ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ ഇവർ ജീവിക്കുന്നതാണ്. ഇവർ അവസാനം നമ്മളില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഒരാളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വളരെ തിങ്ക് ചെയ്തിട്ടോ ഇതിനെ എടുക്കാവുള്ളൂ. ഇവരൊക്കെ വളരെ പൊസസീവാണ്. നമ്മളില്ലാതെ പിന്നെ ഇവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ വളർത്തുന്ന പോലാണ്. വളരെ ശ്രദ്ധിക്കണം. ഇവൻ ഇവിടുത്തെ മെടുക്കൻ. പക്ഷേ പ്രശ്നം ഇച്ചിരി അസുഖങ്ങളൊക്കെ വന്ന് സ്വന്തമായിട്ട് ഈ ഫെഡറൊക്കെ പ്ലഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെ അടുത്തൊക്കെ വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. ഇവിടുത്തെ ഇച്ചിരി പേടിയാണ് എൻ്റെ ചെവി കടിച്ച് പറിച്ചു പോകുന്നത്. അതെ, പാവമാണ്. എന്ത് നല്ലവരാണ്. ഓക്കെ, പയ്യെ എൻ്റെ കയറുക. ഇവനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീട്ടിലോട്ട് വിടും. നമ്മുടെ ഷിവിച്ചാൻ 25 വർഷമായിട്ട് ഈ കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പം ഞങ്ങൾക്ക് തന്ന പുള്ളിക്കാരനായിരുന്നു കേട്ടോ. ഏത് ടൈപ്പിലെ കിളികൾ വേണമെങ്കിലും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ നമ്പറൊക്കെ ഇതിൻ്റെ താഴെ വെക്കുന്നുണ്ട്. അതിനെ ഗ്രൂം ചെയ്യാനോ അതിനെ ട്രെയിൻ ചെയ്യാനോ ഒക്കെ ഇങ്ങേരെ എക്സ്പേർട്ടാണ്. 25 വർഷത്തെ സർവീസാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.